നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കാൻ അതുവഴി റീച്ച് കൊണ്ടുവരാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ ഘടകമാണല്ലോ നമ്മുടെ വീഡിയോയുടെ തമ്പനയിലും. അപ്പോൾ ആ തമ്പനയിൽ എന്തെങ്കിലും കൊടുക്കുന്നതിന് പകരം കാണുന്നവർക്ക് വളരെ അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ AI ടെക്നോളജി ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വളരെ മനോഹരമായിട്ട് ഒരു തമ്പനയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടും. എങ്ങനെ AI മോഡലുകൾ ഉപയോഗിച്ച് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് തീരെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് AI മോഡലുകൾ നമുക്ക് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഞാനിവിടെ നിങ്ങൾക്ക് ജെമിനി ഉപയോഗിച്ചാണ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ജെമിനി ഓപ്പൺ ചെയ്യണം. ഇവിടെ ചിത്രം ക്രിയേറ്റ് ചെയ്യാന്നുള്ള ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് ഞാനിവിടെ എഴുതി കൊടുക്കുന്ന അതേപോലെ നിങ്ങളും കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ ആദ്യം എഴുതി കൊടുക്കുകയാണ്. ആക്ട് ആസ് എ പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർ ആൻഡ് യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റർ. ഇത്രയും ഞാനിവിടെ ആദ്യം കൊടുക്കുകയാണ് ഇംഗ്ലീഷിൽ. അതായത് നമ്മളിപ്പോൾ എനോട് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനറായിട്ടും ഒരു പ്രൊഫഷണൽ യൂട്യൂബ് തമ്പനെയിൽ മേക്കറായിട്ടും നമ്മൾ എനെ ആ ഒരു സ്ഥാനത്ത് നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനോട് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്തത്. ഈ ഒരു രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്താൽ നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതി കൊടുക്കുകയാണ്. ഞാനിവിടെ എഴുതി കൊടുത്തത് എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഒരു അടിപൊളി തമ്പനെയിൽ നിർമ്മിക്കുക എന്നാണ് ആദ്യം തന്നെ എനോട് നിർദ്ദേശം നൽകിയത്. തൊട്ട് താഴെ നമ്മുടെ വീഡിയോയുടെ ആ വിഷയം ഒന്ന് ചുരുക്കി എഴുതി കൊടുക്കുക. എന്ത് വിഷയത്തെ പറ്റിയാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് അതൊരു മലയാളത്തിലൊന്ന് ചുരുക്കി ഒന്ന് എഴുതി കൊടുക്കുക. ഇതനുസരിച്ച് നമുക്ക് മൊത്തത്തിൽ നല്ലൊരു ടെക്സ്റ്റ് തന്നെ നമ്മുടെ തമ്പനെയിൽ AI നൽകുന്നതാണ്. തൊട്ട് താഴെയായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട അടിപൊളി മലയാളം ടെക്സ്റ്റും ഷോർട്ടായിട്ടുള്ള മലയാളം ടെക്സ്റ്റും ഇമേജും ഭംഗിയായിട്ട് നല്ല കളറിൽ നൽകുക എന്നുകൂടി വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ ടെക്സ്റ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ, ഇനി മലയാളത്തിൽ ഇംഗ്ലീഷിന് വേണമെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുക. നമ്മൾ എന്താണ് കൊടുക്കുന്ന ആ രീതിയിലായിരിക്കും ആ ഒരു ടെക്സ്റ്റൊക്കെ കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജോ വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ഇവിടെ പ്രത്യേകം ഒന്ന് എഴുതി കൊടുക്കുക. ഞാൻ ഇത്രയും കൊടുത്തിട്ട് ഇതൊന്ന് ജനറേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ആ തമ്പനെയിൽ നമുക്ക് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് എനിക്ക് ഒരു തമ്പനെയിലൂടെ ജനറേറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചുരുങ്ങിയ ടെക്സ്റ്റ് ഇവിടെ നല്ല രീതിയിൽ വലിയ അക്ഷരത്തിൽ പല കളറിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റുകളും ഇമേജുകളും വേണമെന്ന് ഞാൻ പ്രോംപ്റ്റിൽ കൊടുത്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് കൂടി എനിക്ക് നൽകിയിട്ടുണ്ട്. ഇനി ആ തമ്പനെയിൽ നിങ്ങളെ ഇമേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ഗാലറിയിൽ നിന്ന് അത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ പ്ലസ് ചിഹ്നത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗാലറിയിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു ഇമേജാണ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പ്രോംപ്റ്റ് കൊടുക്കേണ്ട ആ ഒരു സ്ഥലത്ത് നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു പ്രോംപ്റ്റ് ഒന്നുകൂടി കൊടുക്കുക. നിങ്ങൾ കോപ്പി ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം താഴെ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് എഴുതി കൊടുക്കുക. നമ്മൾ നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട അടിപൊളി ഷോർട്ടായ മലയാളം ടെക്സ്റ്റ് ഇമേജ് നൽകുകയെന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ചെറിയൊരു മാറ്റം വരുത്തുക. ടെക്സ്റ്റ് നൽകുകയെന്ന് എഴുതിയിട്ട് ഈ ചിത്രത്തിലുള്ള യുവാവിനെ തമ്പനെയിലിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭംഗിയായിട്ട് വെക്കുക. അങ്ങനെ അതുപോലത്തെ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൂടി എഴുതി കൊടുക്കുക. അത് എഴുതി കൊടുത്തതിന് ശേഷം ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു പിക്ചർ കൂടി നമ്മുടെ ആ ഒരു തമ്പനെയിലിൽ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ AI ഉപയോഗിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പഴയ വീഡിയോകളിലൊക്കെ കുറച്ചൊക്കെ നന്നായിട്ട് ഓടുമെന്ന് കരുതുന്ന നല്ല കണ്ടന്റ് ചെയ്യുമെന്ന് തോന്നുന്ന വീഡിയോകളിലൊക്കെ ഇതുപോലെ അതിൻ്റെ പഴയ തമ്പനെയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ പുതിയ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ആ വീഡിയോ കുറച്ചുകൂടി വ്യൂസ് വന്നേക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.